സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ദുർബലമാവുകയാണ്. ജൂലൈയിൽ മാത്രം 29% കുറവാണ് മഴയുടെ അളവിലുണ്ടായത്. 10 ജില്ലകളിൽ മഴയുടെ അളവിൽ അസാധാരണ കുറവുണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ മഴ കുറവ്. എൽ നിനോ പ്രതിഭാസമാണ് മഴയുടെ അളവിലെ കുറവിന് കാരണമായത്. ഈ സ്ഥിതി തുടർന്നാൽ ഊർജ്ജ ഭക്ഷ്യ ജലസേചന മേഖലകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണവും വേണ്ടിവരും. സാന്ത്വന സാജു ആണ് ചെയ്തത്. സാന്ത്വന, വൈദ്യുതി നിയന്ത്രണം ഇപ്പോഴിതാ ഇന്നലെയൊക്കെ പവർ കട്ട് താൽക്കാലികമായി ഏർപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാലവർഷം ദുർബലമാകുന്നതോടെ കാർഷിക മേഖലയെ ഉൾപ്പെടെ ഇത് ബാധിക്കുമല്ലേ? വിനിത, കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിന്ന കാലവർഷത്തിന് ശേഷം മഴ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഒരു 3-4 ദിവസമായിട്ട് സംസ്ഥാനത്ത് അങ്ങനെ മഴ ലഭിക്കുന്നില്ല. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഒരു നേരിയ മഴ അല്ലെങ്കിൽ ഒരു ഇടത്തരം മഴ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് നിലവിൽ മഴ ലഭിക്കുന്നില്ല. ഇപ്പോൾ നിലവിലെ നമുക്ക് മഴയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വിനിത, ഈ മാസം മാത്രം മഴയിൽ ഏതാണ്ട് 29% കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അത് ജൂലൈ മാസത്തെ മാത്രം കണക്കുകളാണ്. കഴിഞ്ഞ മാസവും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ 30% മുകളിൽ മഴക്കുറവ് ഈ മാസം മാത്രം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വിനിത കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴക്കുറവുള്ളത് വയനാട്ടിലും അതുപോലെ തന്നെ ഇടുക്കിയിലുമാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട്ടിൽ 57% മഴക്കുറവുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ 54% മഴക്കുറവ് ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ മഴയുടെ ഡെഫിഷ്യൻസി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എൽ നിനോ പ്രതിഭാസത്തിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കുറവ് ലഭിക്കുന്നത്. ഈ എൽ നിനോ ഉള്ളത് കൊണ്ട് തന്നെ പടിഞ്ഞാറൻ കാറ്റ് വളരെ ദുർബലമായിട്ടാണ് സംസ്ഥാനത്തേക്ക് വീശുന്നത്. അതുതന്നെയാണ് മഴയുടെ കുറവിൽ ഇത്തരത്തിലൊരു ഗണ്യമായ കുറവുണ്ടാകാൻ കാരണമായിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മഴ കുറഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ഊർജ്ജ ഭക്ഷ്യ ജലസേചന മേഖലകളിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് വിനിത നേരിടുന്നത്. വിനിത ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പവർ കട്ട് അടക്കം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര അധികം മാസം നമുക്ക് മുന്നിൽ ഉണ്ട്. അപ്പോൾ വലിയ ഒരു പ്രതിസന്ധി തന്നെ എല്ലാ മേഖലകളിലും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴ നിലവിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിനിത നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത്. ശരി, ഡാമുകളിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ രൂക്ഷമായ വൈദ്യുത പ്രതിസന്ധിയും അനുഭവിക്കുന്നുണ്ട്.